ആമേൻ. ദൈവ മഹത്വത്തിന് നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ദൈവിക അത്ഭുതങ്ങൾ നമ്മൾ കാണും. ദൈവ മഹത്വത്തിന് വിടാതെ വച്ചിരിക്കുന്ന ചില കല്ലുകളെ ഇന്ന് പകൽക്കാലം നമുക്ക് ഉരുട്ടി മാറ്റാം. ഓ വിശ്വസിക്കുന്നവർ, ദൈവ മഹത്വത്തിന് തടസ്സമായി നിൽക്കുന്ന ചില കല്ലുകളെ ഇന്ന് പകൽക്കാലം നമുക്ക് തുറന്നു വിടാം. 4 നാളായി നാറ്റം വെച്ച അനുഭവമായാലും ജീവനോടെ എഴുന്നേറ്റ് വരണമെങ്കിൽ നമ്മൾ കല്ല് മാറ്റിയേ പറ്റത്തുള്ളൂ. വിശ്വാസത്തോടെ ദൈവ മഹത്വത്തിന് വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നമ്മൾ വച്ചിരിക്കുന്ന ചില കല്ലുകളുണ്ട്, നടക്കത്തില്ല, സാധ്യതയില്ല, നടക്കത്തില്ല. ആമേൻ. ഇത് നമ്മുടെ കഴിവിനപ്പുറമാണ്, നമ്മുടെ സാധ്യതകൾക്കപ്പുറമാണ്, നമ്മുടെ ബുദ്ധിക്കപ്പുറമാണ്. ആമേൻ. നമ്മുടെ ലിമിറ്റ്, നമ്മൾ എല്ലായിടത്തും ലിമിറ്റ് വെച്ചിരിക്കുക. ആ ലിമിറ്റിൽ അധികം പ്രവർത്തിക്കുന്നത് എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് പകൽ നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ചോ, ദൈവ പ്രവൃത്തിക്ക് സമയമായി. നമ്മൾ ചിലത് ലിമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ചോ, ദൈവ മഹത്വത്തിന് സമയമായി. നമ്മുടെ ചില വിശ്വാസങ്ങള് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവശക്തമായി ഭാഗ്യം ഇടപെട്ടുകൊണ്ടിരിക്കുക. ചില ലിമിറ്റേഷൻസ് നമ്മുടെ ജീവിതത്തില് നമ്മൾ വച്ചിരിക്കുന്ന ലിമിറ്റേഷൻ അവിടെ നിന്നാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നമ്മൾ ഇട്ടിരിക്കുന്ന ബൗണ്ടറി അവിടെ നിന്നാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നമ്മൾ ഇട്ടിരിക്കുന്ന നമ്മുടെ കഴിവില്ലെന്ന് പറയുന്ന ഇടത്തു നിന്നാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. എനിക്ക് കഴിവില്ലെന്ന് പറയുന്ന ഇടത്തു നിന്നാണ് ദൈവ മഹത്വം, ദൈവീയ ഗ്ലോറി വെളിപ്പെടുന്നത്. ഇന്ന് വായിക്കല്, എനിക്ക് കഴിവില്ലെന്ന് പറയുന്ന ഇടത്തു നിന്നാണ് ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടുന്നത്. വിശ്വാസത്തോടെ അല്പനിമേഷ ഇന്ന് വാൽക്കാലം ഇതുതിനെ കയറി പിടിച്ചാട്ടാൻ ഓരാത്തരാരും വെറുതെ ഇരിക്കുന്നത്. ഇന്ന് വാൽക്കാലം ചില ലിമിറ്റ് ഇന്നും ഇട്ടിരിക്കുന്നു. ചില ജീവിതത്തിൽ ചില ലിമിറ്റേഷൻസ് നിങ്ങൾ ഇട്ടിരിക്കുകയായിരിക്കാം. ഇന്ന് പകൽക്കാലം ആ ലിമിറ്റേഷൻ അവിടെ നിന്നാണ് ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഇട്ടിരിക്കുന്ന ലിമിറ്റേഷൻസ്, ആമേൻ, ഹല്ലേലൂയ, ആ ലിമിറ്റേഷൻ അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. അതുകൊണ്ട് ദൈവിക ഗ്ലോറി, ദൈവം ഒരു അത്ഭുതം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കഴിവ് നല്ല ദൈവം ചെയ്യുന്നതാണ്. കഴിവെന്ന് ചെയ്തു കഴിഞ്ഞാൽ ദൈവ ഗ്ലോറി അവിടെ വെളിപ്പെടത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ദൈവിക ഗ്ലോറി വെളിപ്പെടണമെങ്കിൽ, ദൈവത്തിന് പൂർണ്ണ മഹത്വം കിട്ടണമെങ്കിൽ നമ്മുടെ ആ മാക്സിമം, നമ്മുടെ കഴിവ് അവിടെ നിഷ്ഫലമാകണം. എന്ന് പറഞ്ഞാൽ we cannot move forward എന്നുള്ള സിറ്റുവേഷൻസിൽ. ആമേൻ. 4 നാളായപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി ഒരിക്കലും നടക്കത്തില്ല. നാറ്റം വെച്ച് തുടങ്ങി. അന്ന് ഫ്രീസർ ഒന്നും ഇല്ലായിരുന്നല്ലോ, ഫ്രീസ് ചെയ്ത് വെക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ഇനി നടക്കത്തില്ല, സാധ്യതയില്ല. It is not possible. ആമേൻ. അവിടെ പ്രതീക്ഷയായിരിക്കണം. യേശു ഇപ്പോ വരും, ഇപ്പൊ വന്നാൽ, ആമേൻ, നാറ്റം വയ്ക്കുന്നതിന് മുമ്പ് വന്നാൽ ചിലപ്പോൾ ഒരു വിടുതൽ പ്രാപിക്കുക. കല്ലറയ്ക്കകത്ത് വയ്ക്കുന്നതിനും യേശു വന്നാൽ ചിലപ്പോൾ ജീവൻ വയ്ക്കാം. പക്ഷെ കല്ലറയ്ക്കകത്ത് വെച്ച് നാറ്റം വെച്ച് 4 നാളായി കഴിഞ്ഞാൽ ഇനി ജീവിക്കാൻ സാധ്യതയില്ലെന്നുള്ള മാനുഷിക ലിമിറ്റേഷൻസിന്റെ അവിടെ വെച്ച് അവർ കല്ല് വെച്ച് മൂടി. ചിലതങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അല്ല, ചിലത് നമ്മൾ പരിശ്രമിക്കും, നമ്മുടെ കഴിവുകൊണ്ട് എല്ലാം നോക്കും. അവസാനം നമ്മൾ പറയും എനിക്ക് കഴിവില്ല, ഇതെനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തടത്തായിരിക്കുന്നേ, ഇതെനിക്ക് കഴിയത്തില്ലെന്നുള്ള ആ മണ്ഡലത്തിൽ എത്തുമ്പോഴാ ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടുന്നത്. ഇന്ന് പകൽക്കാലം ചില വിശ്വത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടാൻ സമയമായി. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി. ഒരു ലൈസൻസിംഗ് എക്സാം പാസ്സായെന്നുള്ള ഒരു സാക്ഷി ഇവിടെ വെളിപ്പെട്ടെങ്കിൽ അനേക ലൈസൻസിംഗ് എക്സാംസ് ഈ സഭയ്ക്കകത്ത് പാസ്സാകുന്ന സാക്ഷ്യങ്ങൾ ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുമെന്ന് വചനം പറയുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ചില സാക്ഷ്യങ്ങൾ സഭയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അസാധ്യമെന്ന് പറയുന്ന വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ കരം ചലിക്കട്ടെ.
ദൈവത്തിന്റെ കയ്യൊപ്പോടുകൂടെ നിന്റെ കഴിവല്ല എന്റെ കഴിവെന്ന് ദൈവം പറയത്തക്ക രീതിയിൽ ചില വിടുതലുകൾ, ചില അത്ഭുതങ്ങൾ, ചില സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് നിന്റെ ജീവിതത്തിൽ ദൈവം ഇന്ന് പകൽക്കാലം ചെയ്യുക. വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സാധ്യമായ ഒന്നുമില്ല. കരങ്ങളെ തട്ടി ദൂരേറ്റെടുത്താട്ടെ, കരങ്ങളെ തട്ടി അത്ഭുതവേഷം. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആർക്കും അളക്കാൻ പറ്റത്തില്ല. ആർക്കും അത് ദൈവപ്രവൃത്തി അങ്ങനെയാണ്. ഹല്ലേലൂയ. നമ്മളൊരു ഇവിടെ കാനഡയിൽ വരുന്ന ഒരു വലിയ കാര്യമല്ല. ദൈവത്തെ ആരാധിക്കുന്നവർ വരുന്നുണ്ട്. വീട് വാങ്ങുന്ന ഒരു വലിയ കാര്യമല്ല. ഇവിടെ വീട് ഒത്തിരി പേര് വാങ്ങുന്നുണ്ട്. കാർ വാങ്ങുന്ന വലിയ കാര്യമൊന്നുമില്ല. ഇതൊന്നും എല്ലാവരും വാങ്ങുന്ന ഒരു കാര്യം. ഇതെല്ലാം സാധാരണ കാര്യമാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് നമുക്ക് എന്തും ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നമ്മുടെ കഴിവിനപ്പുറമായി, നമ്മുടെ അറിവിനപ്പുറമായി, ഹല്ലേലൂയ, നമ്മുടെ നോളജിനപ്പുറമായി, നമ്മുടെ കോണ്ടാക്ട്സിനപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് വാക്കുകൾ വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ആ നല്ല ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നിന്റെ കഴിവിനപ്പുറമായി, നിനക്ക് കഴിയില്ലെന്ന് പറയുന്നിടത്ത്, ഇനി സാധ്യതയില്ലെന്ന് പറയുന്നിടത്ത്, ഇനി നടക്കില്ലെന്ന് പറയുന്നിടത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക. അത് അനേകരെ എക്സ്പീരിയൻസ് വെച്ചല്ല, നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വേ, ഒരു സ്പെഷ്യൽ ആയിട്ട് നിനക്ക് വേണ്ടി ദൈവത്തിന് പ്രവർത്തിക്കുവാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ട് വന്നു, തനിക്ക് തന്നെ ആത്മീയ വർധനവും വരുത്തണം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ്, ആത്മീയ വർധനവ്. നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, ദൈവത്തോട് സംസാരിക്കണം. അത് ആരും തിരിച്ചറിയത്തില്ല, മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാത്ത വിഷയങ്ങൾ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ. ഹല്ലേലൂയ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്, അത് മനുഷ്യനോടല്ല. ആമേൻ. മനുഷ്യനോടല്ല പ്രാർത്ഥിക്കുന്നത്, ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമ്മൾ വീണ്ടും ഭവനത്തിന്റെ അകത്ത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. വാഹനത്തിൽ പോകുമ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, ശക്തിയോടെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ചില അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് ദൈവ പ്രവൃത്തിയെ റിലീസ് ചെയ്യും, നമ്മളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യും. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് നേരത്തെ ശൗലായിരുന്നു, സഭയ്ക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. മനസ്സിലാകുന്നുണ്ടോ? സഭയ്ക്കെതിരെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും സഭയെ അടച്ചുപൂട്ടണം, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരെ ഒതുക്കണം, അവരെ ഇല്ലാതാക്കണം, അവർക്കെതിരെ ഓർഡേഴ്സും പേപ്പേഴ്സും എല്ലാം റെഡിയാക്കിക്കൊണ്ട് ട്രാവൽ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ശൗൽ. പരിശുദ്ധാത്മാവിനെ ഒന്ന് തൊട്ടപ്പോൾ ആമേൻ, സഭയ്ക്ക് ആ ഒരു മുത്തായി മാറി. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഈ ദേശത്തിൽ സഭയ്ക്കെതിരെ നിൽക്കുന്ന ചിലരെ ദൈവം മുത്തുകളാക്കി മാറ്റും. നിങ്ങളുടെ പ്രാർത്ഥന ചില ദൈവപ്രവൃത്തി ദേശത്തിൽ വെളിപ്പെടാം. ദൈവസഭയ്ക്ക് വിരോധമായി, ആരാധനയ്ക്ക് വിരോധമായി, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വിരോധമായി സംസാരിക്കുന്ന, എഴുതുന്ന ചിലരെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന അപ്പോസ്തലന്മാരാക്കി ദൈവം മാറ്റും. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ. യേശുവിനെ അംഗീകരിക്കാത്തവരെ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരാക്കി മാറ്റാം. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം യേശു ജീവനോട് ഉണ്ടെന്ന്, യേശു മരിച്ചുപോയി, യേശു ജീവനോടെ ഇല്ലെന്ന് പറയുന്ന ചിലരെ ദൈവം യേശു ഉണ്ടെന്ന് വിളിച്ചു പറയുന്ന ഒരു കൂട്ടമാക്കി ദൈവം മാറ്റാൻ പോവുകയാണ്. ഈ ദേശത്തിൽ ഇത് സംഭവിക്കാൻ പോവുക. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ഒരു പ്രൊഫറ്റിക് വചനമായി, ഒരു
ശബ്ദമായി സഭ ഏറ്റെടുത്താട്ട് ചില കുടുംബങ്ങൾക്കകത്ത് പ്രാർത്ഥനവന ദൈവമില്ലെന്ന് പറയുന്ന ചിലരെ ദൈവം സന്ദർശിക്കുകയാണ്. യേശുവില്ലെന്ന് പറയുന്ന ചിലരെ ഇന്ന് പകൽക്കാലം യേശു സന്ദർശിക്കുക. സൗലിനെ സന്ദർശിച്ചതുപോലെ തന്നെ ദൈവം ചിലരെ തൊടുക. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ചില ഭവനത്തിന്റെ അകത്ത് ചിലരെ ദൈവം തൊട്ട് ഇരുത്താൻ പോകുക. ദൈവമേ എന്ന് വിളിക്കാം. യേശുവേ എന്ന് വിളിക്കാം. ജീവനുള്ള ദൈവത്തെ വിളിക്കാം. ചിലരെ ദൈവം ഒരുക്കുക. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി സഭയോടുള്ള ദൂത ഇത് പകൽക്കാലം ചിലരെ ദൈവം ഒരുക്കുക. ദൈവം ചിലരെ തൊടുകയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടി വിശ്വസ്തതയുള്ള ചിലരെ ദൈവത്തിന് വേണ്ടി മരണം വരെ ഓടുന്ന, അവസാനം വരെ കത്തിന് ജ്വലിക്കുന്ന ചിലരെ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ ആരാധനയിൽ ചിലരെ ദൈവം തൊടുക. ചിലരെ ദൈവം തൊടുക. ചിലരെ ദൈവം തൊടുക. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഒന്ന് വായിക്കാം. ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അനനിയാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നീ കൈവച്ചപ്പോൾ അവൻ ചെയ്തു കാഴ്ച പ്രാപിച്ചു. ചിലരെ ഉൾക്കണ്ണുകളെ ദൈവം തുറക്കാൻ പോകുക. ചില കുടുംബങ്ങളിലകത്തേക്ക് ചിലപ്പോൾ നിങ്ങളെ ദൈവം എത്തിക്കും. ചിലരുടെ ജീവിതത്തിൽ നിങ്ങളെ കണക്ട് ചെയ്യുക. ചിലരുടെ കണ്ണു തുറക്കാൻ യേശുവാണ് നിന്നെ തിരഞ്ഞെടുത്തുവെന്ന്, അത് അമ്മയുടെ ഉദരത്തിൽ തന്റെ പേർ ചൊല്ലി വിളിച്ചവനാണെന്ന് ഉറപ്പോടെ തന്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുക. അവന്റെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുക. ചില ഭവനങ്ങളുടെ അകത്തേക്ക്, ചിലരുടെ ജീവിതങ്ങളിലേക്ക് ദൈവം നിങ്ങളെ ഈ സഭയെ ദൈവം ചലിപ്പിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ചില സ്നാനങ്ങൾ നടക്കാൻ പോവുകയാണ്. വിദൂരത്തിലല്ല, ഇത് ഉടനെ തന്നെ ചില സ്നാനങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇതൊരു പ്രൊഫറ്റിക് വചനമായി, പ്രൊഫറ്റിക് മെസ്സേജായി. ആമേൻ. സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്, ഓടി നടക്കുക. യേശു ജീവിച്ചിട്ടില്ല. യേശുവിനെ കുറിച്ച് പറയുന്നവരെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. യേശു അല്ല ദൈവമെന്ന് യേശുവിനെ റിജക്ട് ചെയ്തുകൊണ്ട് നടന്നവനെയാ യേശു തൊട്ടെങ്കിൽ ചിലരെ ഇന്ന് പകൽക്കാലം ഈ ദേശത്തിൽ ചിലരെ തൊടുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ഈ ദൂതേറ്റെടുത്താട്ട് ചില വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ കരം ചെല്ലുക. ചിലരെ ദൈവം തൊടുകയാണ്. ചിലരെ ദൈവം സന്ദർശിക്കുക. കാരണമുണ്ടല്ലോ, അവരെ ഒരു അത്ഭുതമാക്കി മാറ്റുക. പാപത്തിൽ നിന്ന് ദൈവം അവരെ വലിയ മാറ്റിയെടുക്കാൻ, അവരെ ഒരു വ്യത്യസ്തരാക്കി മാറ്റുക. ദൈവസഭയ്ക്ക്, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള കുടുംബങ്ങളാക്കി മാറ്റുക, വ്യക്തി ജീവിതങ്ങളാക്കി മാറ്റുക. ദൈവം ചിലരെ സന്ദർശിക്കുക. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അനനിയാസ് അടുത്ത് ദൈവം പറഞ്ഞു, ആരെ കാണാൻ പറയുക? പൗലോസിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ പോവുക. അമ്മേ, നമ്മൾ വിചാരിക്കും ഇവന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, ഇവനല്ലേ നമ്മളെ കൊല്ലാൻ നടക്കുന്നത്, നമ്മളെ തിരഞ്ഞ് അല്ലയോ കൊല്ലാൻ നടക്കുന്നത്. നമ്മൾ ഒരുപാട് കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കാം? അല്ലയോ, ഹല്ലേലൂയ, എന്റെ ജീവന് തന്നെ ഹാനി വരുമല്ലോ എന്നെല്ലാം ചിന്തിച്ച് നിൽക്കാം. പക്ഷേ ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ആള് മാറിയതുപോലെ ആകോ. ഇന്ന് പകൽക്കാലം ചിലരെ ആള് മാറിയതുപോലെ ആക്കുക. പുരാതന മനുഷ്യന് കഴിയാത്തത്, ബുദ്ധിക്ക് കഴിയാത്തത്, ചിന്തകൾ കൊണ്ട് കഴിയാത്തത്, സംസാരം കൊണ്ട് കഴിയാത്തത്, നമ്മുടെ സ്നേഹ വാക്കുകൾ കൊണ്ട് കഴിയാത്തത്, ഹല്ലേലൂയ,
പരിശുദ്ധാത്മാവിനാൽ ചിലരുടെ ഹൃദയങ്ങളെ മെഴുകുപോലെ ഇന്ന് പകൽക്കാലം ആത്മാവ് ഉരുക്കിയ നീ ചെന്ന് കേറുമ്പോൾ തന്നെ ചിലത് സംഭവിക്കും. മനസ്സിലാകുന്നുണ്ട്. ദൈവ പ്രവൃത്തി അങ്ങനെയാ. അവൻ നമ്മൾ ചിലപ്പോൾ പറഞ്ഞ ആരും തിരുന്നത്തില്ല, നമ്മൾ പറഞ്ഞാൽ ആരും മനസ്സ് മാറണമെന്നില്ല. ഒരു പരിശുദ്ധാത്മാവ് ഇറങ്ങിയാലുണ്ടല്ലോ ആള് മാറിയതുപോലെയാകോ. ഇന്ന് പകൽക്കാലോ വർഷങ്ങളായി സ്നാനത്തിനെതിരെ പറഞ്ഞവനായിരിക്കാം, സ്നാനം കൊടുക്കുന്നവരെ കൊല്ലാൻ നടന്നവനായിരിക്കാം. പക്ഷേ ഇതാ ദൈവം സന്ദർശിച്ചപ്പോൾ ഇന്ന് പകൽക്കാലം സ്നാനങ്ങൾ നടക്കും. വിശ്വസിക്കും, ചിലത് സംഭവിക്കാൻ പോവുകയാണ്. അന്തരീക്ഷം മാറിയ, കാൽവരിയുടെ അന്തരീക്ഷം മാറിയ, രാജ്യങ്ങളുടെ അന്തരീക്ഷം മാറിയ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ലിമിറ്റല്ല. ആ ഭൂമിയുടെ അറ്റത്തോട് ദൈവ പ്രവൃത്തി വെളിപ്പെടും. ഉൾക്കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. ചിലരുടെ ഉൾക്കണ്ണുകൾ തുറക്കപ്പെടുക. ദൈവത്തെ അറിയുക, ദൈവത്തെ കാണുക, ദൈവ സ്നേഹം അറിയുക, യേശു ജീവനുള്ള ദൈവമെന്ന് അറിയുക, അവന്റെ ശക്തി അറിയുക. ഇന്ന് പകൽക്കാലം ചിലരുടെ ജീവിതങ്ങളെ ദൈവം തൊടുക, ദൈവം സന്ദർശിക്കുക. അതിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് അവൻ ആളിനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് ഇന്നലെ ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല. അവൻ ചിലർ പറയും പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് ഇതിനു വേണ്ടി മാത്രമുള്ളതാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് ഇതിനു വേണ്ടി മാത്രമുള്ളതാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമ്മൾ ലിമിറ്റ് ചെയ്യരുത്. വചനത്തിൽ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി cannot be limited to something. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ശക്തി ഏത് മണ്ഡലത്തിലാണ് ദൈവിക ഗ്ലോറി വെളിപ്പെടുന്നു അതിലേക്ക് ചലിക്കപ്പെടുക. ഇന്ന് പകൽക്കാലം ദൈവിക ഗ്ലോറി എവിടെയെല്ലാം വെളിപ്പെടുന്നുവോ അവിടെയെല്ലാം ദൈവിക ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് റിലീസ് ആയിക്കൊണ്ടിരിക്കും. ഇത് വളരെ വിശ്വസിച്ചാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഇവിടത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ചലിക്കുന്ന ഒരു വാഹനത്തെക്കാളും സ്പീഡായി നിങ്ങളെ ചലിപ്പിക്കാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവിടത്തെ 24 മണിക്കൂർ ക്ലോക്ക് കറങ്ങി തീരുമ്പോൾ നിനക്ക് വേണ്ടി 48 മണിക്കൂർ ചലിപ്പിക്കാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ വർഷങ്ങളെടുത്ത് നടക്കേണ്ട കാര്യം നിമിഷനേരം കൊണ്ട് നടക്കും. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായി പ്രവർത്തിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഫിലിപ്പിനോട് നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 29-ാം വാക്യം. ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കാന്ന് പറഞ്ഞു. ഓടാൻ പറഞ്ഞു. തേര് പതുക്കെയാണോ പോകുന്നേ? തേര് എങ്ങനെയാ പോകുന്നേ? നല്ല സ്പീഡിലാ പോകുന്നേ. അല്ലേ ഹോഴ്സ് പവറിലാ പോകുന്നേ. അപ്പൊ നമ്മുടെ കാറിനെല്ലാം ഹോഴ്സ് പവർ ഉണ്ട് അല്ലേ? ഇവിടെ നമ്മൾ വണ്ടി ഏത് വാഹനം വാങ്ങിച്ചാലും അതിനെല്ലാം ഹോഴ്സ് പവറിലാ പറയുന്നത്. ഇവിടെ മൾട്ടിപ്പിൾ ഹോഴ്സസ് ഉള്ള ഹോഴ്സ് പവറിൽ പോകുന്ന ഒരു ചാരിയറ്റിന്റെ കൂടെ ചേർന്ന് നടക്കാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം നീ നടന്നാൽ ചാരിയറ്റിന്റെ സ്പീഡിൽ ഒത്തും. നീ നടന്നാ മതി, നീ ഓടണ്ട. ഹല്ലേലൂയ. ചാരിയറ്റ് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക, പക്ഷെ നീ നടക്കുന്നത് ചാരിയറ്റിന്റെ ഒപ്പമായി. ഫിലിപ്പോസിന്റെ അടുത്ത് വേറെ ആരെങ്കിലും പറഞ്ഞ് കേൾക്കത്തില്ലായിരുന്നു കാണാം. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് നടക്കാൻ തുടങ്ങി. നടക്കാൻ തുടങ്ങിയപ്പോൾ മൾട്ടിപ്പിൾ ഹോഴ്സസിന്റെ പവറിൽ ചലിക്കുന്ന ചാരിയറ്റിന്റെ കൂടെ ഫിലിപ്പോസ് ചേർന്ന് നടക്കുക.
മനുഷ്യർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കും. ഇന്ന് പകൽക്കാലം നീ ആശ്രയിക്കുന്നത് യഹോവയിലായതുകൊണ്ട് നിനക്ക് ചാരിയറ്റും കുതിരകളും ഒന്നുമില്ലെങ്കിലും നീ നടക്കുന്നതിന് അതിനൊപ്പമായിരിക്കും. ദൂതേറ്റെടുത്താട്ടെ, ചിലർ ദൂതേറ്റെടുത്താട്ടെ. ലോകപരമായ പ്രൊവിഷൻസ് നിനക്കില്ലെങ്കിൽ, ലോകപരമായതൊന്നും നിനക്കില്ലെങ്കിൽ, നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം നിനക്ക് അവരുടെ ഒപ്പം ചലിക്കത്തക്ക രീതിയിൽ ഒരു ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുക. ഒരു പ്രൊഫറ്റിക് മെസ്സേജായി ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിലേക്ക് ഈ പ്രൊഫറ്റിക് മെസ്സേജ് ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി വെളിപ്പെടട്ടെ, ഒരു അത്ഭുതമായി വെളിപ്പെടട്ടെ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് ഭക്തൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറ, ഞാൻ നടന്നാലോ എന്റെ മേൽ അഭിഷേകമുള്ളത് കൊണ്ട്, എന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ഞാൻ നടക്കുന്നത് തന്നെ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റും. ചാരിയറ്റിൽ എന്ന് പറഞ്ഞാൽ കുതിരയുടെ പവറിലും ചിന്തിച്ചു പോകണം. ഇത്രയും പവറിൽ അല്ലെ പുള്ളിയത് പൊടിയും പറത്തിക്കൊണ്ടു പോകുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾ ചിന്തിച്ചു, ആ ഒരു വിഷ്വലൈസ് ചെയ്ത് നോക്കിയേ. കുതിരയിൽ പല കുതിരകളുടെ മുമ്പ് അങ്ങ് പോവുക, നല്ല സ്പീഡിൽ പോകുക. ഈ സ്പീഡിൽ പോകുന്ന ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ആളാ. അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ ചുമ്മാ കൂളായിട്ട് നടക്കുന്നു. ദാറ്റ് മീൻസ് ഇത്രയും പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള്, ഇത്രയും കഴിവുള്ള ആള്, ഇത്രയും സ്പീഡിൽ ഇത്രയും കഴിവ് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അവന്റെ കൂടെ വേറൊരാൾ കൂള നടന്നു പോകും. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. Why did he listen to him? എന്തുകൊണ്ട് ഫിലിപ്പോസിന് അവന് വാക്ക് കൊടുത്തോ? അല്ലെ, അവന്റെ വചനം കേൾക്കാൻ തയ്യാറായെന്നറിയാം. എന്തെന്നറിയാമോ? അവൻ നോക്കുമ്പോ ഇത് സൂപ്പർ നാച്ചുറലാ, ഇത് നാച്ചുറൽ തരത്തിൽ നടക്കത്തില്ല. ആമേൻ, ആമേൻ. നാച്ചുറൽ ആയിട്ട് നടക്കത്തില്ല. നമ്മൾ വചനം വായിച്ചു പോകും. നിങ്ങളെ സിറ്റുവേഷൻ ഒന്ന് നോക്കിയേ. ഫിലിപ്പോസ് എത്ര ഓടി വിളിച്ചാൽ അവൻ മൈൻഡ് ചെയ്യാതെ പോവും. ഏതൊരു പട്ടി കിടന്ന് കുരയ്ക്കുന്നെന്ന് പറയത്തുള്ളൂ. അല്ലെങ്കിൽ കുതിരയെ കണ്ട് സന്തോഷത്തിന് ഒരാൾ ചാടി വരുന്നു എന്ന് വിചാരിക്കും. അപ്പൊ പണ്ട് കൺവെൻഷനിൽ നമ്മളെ നോട്ടീസ് നാട്ടില് വലിയ അനൗൺസ്മെന്റിന് പോകും. ഞാൻ കുഞ്ഞിലെ അനൗൺസ്മെന്റിന് പോയിട്ടുണ്ട് കൺവെൻഷന് വേണ്ടി. നാളെ രാത്രി 6 മണി മുതൽ 9 മണി വരെ ഇന്ന ഗ്രൗണ്ടിൽ ഇന്ന എത്ര മണിക്ക് പ്രസവം, ആരാ, പാട്ട്, ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അനൗൺസ്മെന്റ് പോകുമായിരുന്നു. എന്ന് ഓപ്പൺ. എന്നിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യണം. ഈ ശബ്ദം കേൾക്കുമ്പോൾ എന്താ പറയുക, കുറേ കുഞ്ഞുങ്ങൾ ഇതിന്റെ പുറകെ ഓടും. ഈ നോട്ടീസ് എടുക്കാൻ വരുന്നേ അമ്മേ ഓടി വരും. അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരെ ഇറങ്ങി നോക്കും. അതുപോലെ തന്നെ ഈ പോകുന്ന കണ്ടപ്പോൾ ചിലർ ഇങ്ങനെ വിചാരിക്കുക, എന്താ വിചാരിക്കുക, ഞാൻ പോകുന്നത് കണ്ട സന്തോഷത്തോടെ കാണാമെന്ന് നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ ഫിലിപ്പോസ് എന്ത് ചെയ്യുക? അവന്റെ കൂടെ നടക്കുക. നിങ്ങൾ രണ്ട് ട്രെയിനിലിരുന്ന അനുഭവങ്ങൾ കണ്ടിട്ടുണ്ടോ? 2 ട്രെയിൻ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ എന്ത് തോന്നും? വേറെ ഒന്നും നോക്കുക. നിങ്ങളുടെ റെഫറൻസ് പോയിന്റ് ഒന്നും വേണ്ട. ഒരു റെഫറൻസ് പോയിന്റ് നോക്കല്ലേ, മൂവ് ചെയ്യാത്ത സാധനങ്ങൾ നോക്കല്ലേ. 2 ട്രെയിനിൽ ഒരേ ടൈമിൽ ഒരേ ട്രാക്കിൽ ഒരേ ഭാഗത്തോട്ട് പോയി നിങ്ങൾ ആ ട്രെയിനിൽ നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ ചിന്തിക്കും നമ്മുടെ ട്രെയിൻ മൂവ് ചെയ്യുന്നില്ലെന്ന് ചിന്തിക്കത്തുള്ളൂ. അഭിഷേകമുള്ളവൻ ചാരിറ്റിന്റെ കൂടെ നടന്നപ്പോൾ അവൻ നോക്കുമ്പോ, എന്റെ കർത്താവ്, ഞാൻ ഇത്രയും കുതിരകൾ വലിച്ചിട്ട് ഞാൻ ചലിക്കുന്നില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു. ഈ ചെറുക്കൻ നടന്നു പോകുന്നുണ്ടല്ലോ, ഇവന്റെ കൂടെ മാത്രമേ നടക്കൂ. ഇതിനൊക്കെ കഴിവില്ലേ? ചില കഴിവുകളെ
നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമ്പോൾ അവന്റെ ചിലരുടെ കഴിവിന് ദൈവം വിശ്വസിക്കുന്ന ദൂത് മനസ്സിലായവർ ഇന്ന് പകൽക്കാലം ചിലർ പറയും, എനിക്ക് ഇത്രയും പൊസിഷൻ ഉണ്ടായിട്ട് നേടാൻ കഴിയില്ല, ഇത്രയും സമ്പത്ത് ഉണ്ടായിട്ട് നേടാൻ കഴിയില്ല, ഇത്രയും വർഷം ഞാൻ ഇവിടെ ഉണ്ടായിട്ട് നേടാൻ കഴിയില്ല, ഇത്രയും വർഷം ഞാൻ ഉണ്ടായിട്ട് നേടാൻ കഴിയാത്ത ചിലത് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് തരുവാൻ കഴിയും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ദൈവ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ചിലരെ നേടുവാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ചെയ്യാൻ പോവുകയാണ്. എത്രവർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ, ഹല്ലേലൂയ. ഈ ചിന്തയാണ് ഫിലിപ്പോസിനോട് സംസാരിക്കാൻ അവന്റെ നാവ് തുറന്നു. മനസ്സിലായല്ലോ? അല്ലെ മൈൻഡ് ചെയ്യത്തില്ല. മൈൻഡ് ചെയ്യോ? അത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളെ മൈൻഡ് ചെയ്യോ? നെവർ. നെവർ. ഓടിയാലും മൈൻഡ് ചെയ്യത്തില്ല. ചിലപ്പോൾ ഓടി വരുന്നെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ആത്മാവ് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. യു ഹാവ് ടു ഓൺലി വാക്ക്. യു ഹാവ് ടു ഓൺലി വാക്ക്. ബാക്കി ചെയ്യുന്നത് ഞാനാണ്. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് എത്ര പേർക്ക് വേണം? ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ചില അത്ഭുതങ്ങളെ കണ്ട് ദൈവ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കി ഈ ആലയത്തിലേക്ക് ഓടി വരാൻ പോവുക. വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവം മാറ്റാൻ പോവുക. നിങ്ങളുടെ സമ്പത്തിന്റെ നിലവാരത്തെ മാറ്റാൻ പോവുക. നിങ്ങളുടെ ജോലിയുടെ പൊസിഷൻസ് ദൈവം മാറ്റാൻ പോവുക. നിന്റെ ആരോഗ്യത്തിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. നിന്റെ കുടുംബ ജീവിതത്തിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. നിന്റെ ഭാവിയിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. നിന്റെ വിദ്യാഭ്യാസത്തിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ചില അത്ഭുതങ്ങൾ ദൈവം സൃഷ്ടിക്കാൻ പോവുക. വിശ്വസിക്കാൻ കഴിവുള്ളവർ വിശ്വസിച്ചാട്ടെ. ദൈവത്തിന് സാധ്യം അതൊന്നുമില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവ പ്രവൃത്തി അങ്ങനെയാണ്. ആമേൻ. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവനാമത്തിന് വേണ്ടി നിന്നോ. ആമേൻ. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, ദാവീദ് ശൗലേ നീ നേരെ നിന്നില്ലേ, നിനക്ക് പകരം ദാവീദിനെ ദൈവം കൊണ്ടുവരും. ആമേൻ. യു വാണ്ട് ടു സ്റ്റേ. ദൈവം നിന്നെ തെരഞ്ഞെടുത്തെങ്കിൽ ദൈവത്തിന് വേണ്ടി നിന്നോണം. ദൈവത്തെ വിട്ടു പോകരുത്. ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ ആത്മാർത്ഥമായി ദൈവം ഒരു നന്മ ചെയ്യുമ്പോൾ അത്രയും ക്ലോസ് ആയിക്കോണം. ഹല്ലേലൂയ. ദൈവം എത്രത്തോളം നന്മ ചെയ്യുന്നോ അത്രത്തോളം അടുത്തോണം. ഹല്ലേലൂയ. അത്രത്തോളം സ്നേഹത്തിലൂടെ ദൈവ സ്നേഹത്തിലേക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കുക, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക, ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കുക, ദൈവത്തിന് വേണ്ടി കൊടുക്കുക. നീ മുമ്പേ കയറി നിന്നോണം. ആമേൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, ദൈവം നമ്മളെ നന്മയിൽ കൊണ്ടുവരുന്നത്, ദൈവം നമ്മളെ ഉയർത്തുന്നത്, മാനിക്കുന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. ആമേൻ. ദൈവനാമ മഹത്വം ആലയത്തിൽ വന്ന് കൈയടിച്ചിട്ട് കാര്യമില്ല. ആമേൻ. ഉണ്ടോ? നമ്മൾ എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ആലയത്തിൽ വരുന്നവരെല്ലാം ദൈവ മഹത്വത്തിന് കൊടുക്കുന്ന. നമ്മൾ എവിടെ ആയിരുന്നാലും ദൈവത്തെ ഉയർത്തണം. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ ഉയർത്തിക്കൊണ്ടിരുന്നോണം. ഹല്ലേലൂയ. നമ്മുടെ ജോലി സ്ഥലത്ത് യേശുവിനെ ഉയർത്തണം. നമ്മൾ കാണുന്നവരിടത്ത് യേശുവിനെ ഉയർത്തണം. നമ്മൾ എവിടെ പോയാലും യേശുവിന്റെ മകനും മകളുമെന്ന് ലോകം പറയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പറയുകയായിരുന്നു, നമ്മളെ കുറിച്ച് യേശുവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, വിശുദ്ധി ജീവിതം അല്ലെങ്കിൽ ലോകപരമായി ചലിക്കാത്തത് കൊണ്ട്, ലോകപരമായി സംസാരിക്കാത്തത് കൊണ്ട്, ലോകപരമായ കൂടാത്തത് കൊണ്ട് പലരും നമ്മളെ പുച്ഛമായെണ്ണ, നമുക്കെതിരെ അല്ലെങ്കിൽ ഇവനൊരു കഴിവില്ലെന്ന് പറയാം, ഇവൻ യൂസ്ലെസ് എന്ന് പറയാം. പക്ഷെ ഇതെല്ലാം നിന്റെ നന്മയ്ക്ക് കാരണമായി മാറും. എത്ര മനസ്സിലാകുന്നുണ്ട്? നീ എവിടെയെല്ലാം ദൈവത്തിന് വേണ്ടി ചിലത് ഒഴിഞ്ഞു നിൽക്കുന്നോ അതിൻ മുഖാന്തരം നിനക്കെതിരെ സംസാരിച്ചോട്ടെ, നിന്റെ ചില കൂട്ടുകെട്ടുകൾ മാറിപ്പോയിക്കോട്ടെ, അതെല്ലാം നിനക്ക് അനുഗ്രഹമാക്കി ദൈവം മാറ്റും, നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റും. എത്രവർക്ക് മനസ്സിലാകുന്നുവെന്ന്? ചിലയിടത്ത് ദൈവം മകനും മകളുമെന്ന്
തെളിയിച്ചേ പറ്റത്തുള്ളൂ. നീ ദൈവത്തിന്റെ മകനാണെന്നും മകളാണെന്നും നീ തെളിയിച്ചേ പറ്റത്തുള്ളൂ. കാരണം നിന്റെ അനുഗ്രഹം ഇവിടെ നിർത്താൻ വേണ്ടിയല്ല, ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാ ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്, നിന്നെ മാറ്റിയത്. ഹല്ലേലൂയ. കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്തത് ദൈവ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ വേണ്ടിയാ. ഹല്ലേലൂയ. നമ്മൾ ദൈവ മഹത്വത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവിക ഗ്ലോറിക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുമ്പോൾ, നമ്മുടെ സംസാരത്തെ ദൈവിക ഗ്ലോറി വെളിപ്പെടുത്തത്തക്ക രീതിയിൽ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ, അനേക ലോകപരമായി നമ്മൾ ചിന്തിക്കാതെ, ലോകപരമായി പ്രവർത്തിക്കാതെ നമ്മൾ മാറി നിൽക്കുമ്പോൾ, ലോകം നമ്മളെ നോക്കി കളിയാക്കിയെന്ന് വരാ, ലോകം നമ്മളെ നോക്കി പുച്ഛിച്ചെന്ന് പറയാ, ഇന്ന് പകൽക്കൽ ഒരു ദൂത് പറയാ, നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് ചിന്തിക്കും. നോ മാൻ. ഹല്ലേലൂയ. നമ്മുടെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മളെ നടത്തുന്നത് ആരാ? ഹല്ലേലൂയ. നമ്മളെ തെരഞ്ഞെടുത്തത് ആരാ? നമുക്ക് ഈ ഭാഗ്യം തന്നത് ആരാ? യേശുവിനെ കുറിച്ച് മാത്രം ഓർത്താൽ മതി കേട്ടോ. ഇന്ന് പാൽക്കാലം നിന്റെ സങ്കടങ്ങൾ, ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും. സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കാം. നിനക്ക് വേണ്ടത് ദൈവം കൂട്ടിച്ചേർക്കോ. നീ ചിലയിടത്തു നിന്ന് മാറിപ്പോകുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ചിലരെ ഒരുക്കോ. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നിനക്ക് വേണ്ടി ബെസ്റ്റ്, നീ വിചാരിക്കുന്നതിനേക്കാളും ബെസ്റ്റ്, നീ ആഗ്രഹിക്കുന്നതിനേക്കാളും ബെസ്റ്റ്, നീ ചിന്തിക്കുന്നതിനേക്കാളും ബെസ്റ്റ് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കും. ഇന്ന് മാത്രം ദൂത് മനസ്സിലാക്കിയവർ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ചിലത് നമ്മൾ ബെസ്റ്റ് എന്ന് വിചാരിക്കുക. ആമേൻ. ഇന്ന് പകരം നമ്മൾ ബെസ്റ്റ് എന്ന് വിചാരിക്കുന്നതിനേക്കാളും ബെസ്റ്റ് ഒരുക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മൾ കരുതി വെച്ചിരിക്കുന്ന, നമ്മൾ കാണുന്നതിനേക്കാളും ബെസ്റ്റ് ദൈവത്തിന് അറിയാം. നമ്മൾ അറിയുന്നതിനേക്കാളും നല്ലവണ്ണം എല്ലാം നമ്മളെ കുറിച്ച് നല്ലവണ്ണം അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഇന്നും പകൽക്കാലം ആത്മാവിന്റെ നിറവ് വരുമ്പോൾ നിന്നെ ചെത്തിക്കേണ്ടിടത്ത് ദൈവം എത്തിക്കോ. നിന്നെ കണക്ട് ചെയ്യേണ്ടവരായിട്ട് ദൈവം കണക്ട് ചെയ്യോ. ആരുമേലായിട്ട് നിന്റെ ദൈവം നിനക്ക് കണക്ട് ചെയ്യേണ്ട മണ്ഡലങ്ങളിലേക്ക് ദൈവം കണക്ട് ചെയ്യോ. നിനക്ക് വേണ്ടി ദൈവം വാതിലുകൾ ഒരുക്കോ. നിനക്ക് വേണ്ടി ദൈവം വഴികളെ ഒരുക്കോ. ദൈവം എവിടെ കണക്ട് ചെയ്യണോ അവിടേക്ക് ദൈവം കണക്ട് ചെയ്യും. ദൈവത്തിന് സാധ്യമായ ഒന്നുമില്ല. ദൈവം ചിലത് ഒരുക്കി വെച്ചിരിക്കും. ആമേൻ. നമുക്ക് വേണ്ടി ചിലത് he already created the path. ആമേൻ. ദൈവം നമുക്ക് വേണ്ടി വഴി ഒരുക്കി. ആമേൻ. ഇത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ശത്രുവിന് അറിയാം ദൈവം പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ശത്രു ഭയപ്പെട്ടു തുടങ്ങി. ആമേൻ. ഇസ്രായേൽ മക്കളെ ചെങ്കടൽ പിളർന്ന് ദൈവം അക്കരെ എത്തിയപ്പോൾ തന്നെ യെരിഹോ മതിലിന്റെ അവിടെ അകത്തിരുന്നവർക്ക് ഭയം തുടങ്ങി. അങ്ങനെ വചനം പറയുന്നേ. ഹല്ലേലൂയ. നിങ്ങളെ ചെങ്കടൽ പിളർന്നു എന്ന് അറിഞ്ഞപ്പം തന്നെ ഇവർ ചെങ്കടൽ നശിക്കുമെന്ന് വിചാരിച്ചു. ചെങ്കടൽ പിളർന്നപ്പം തന്നെ ഇവർക്ക് മനസ്സിലായി ഈ ചെങ്കടൽ പിളർന്നെങ്കിൽ ഈ യെരിഹോ മതിലിനെ തകർക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് യെരിഹോ മതിലിന്റെ പണി അവരൊന്നുകൂടെ ശക്തമാക്കി. ഹല്ലേലൂയ. അതിന്റെ വണ്ണം വലിപ്പം കൂട്ടി, അതിന്റെ ഡോറിന്റെ ശക്തി കൂട്ടി. വർഷങ്ങൾ എടുത്തു. ഇസ്രായേൽ മക്കള് യെരിഹോ മതിൽ എത്തുന്ന വരെ കുറെ വർഷങ്ങൾ എടുത്തു. അതിന്റെ അർത്ഥം ചെങ്കടൽ പിളർന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങളെയും അവർ തകർക്കും, ഈ ദേശം അവർ പിടിച്ചെടുക്കുമെന്ന് മനസ്സിലാക്കി അവർ അന്നേ പണി തുടങ്ങി. അവർ മതിലുകൾ കെട്ടി, അവർ അടച്ചു. ഇസ്രായേൽ മക്കളെ ഒരിക്കലും വാഗ്ദത്ത ദേശത്തിലേക്ക് ചരിക്കപ്പെടത്തില്ല. നീ രക്ഷിക്കപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നിന്റെ വാഗ്ദത്തത്തിനെതിരെ ചില മതിലുകൾ പൊങ്ങിയിട്ടുണ്ട്, ചില വാതിലുകൾ അടഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറയാ, നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിലാണെങ്കിൽ, നീ ആരാധിക്കുന്ന ദൈവത്തെ ആണെങ്കിൽ, നിന്നെ തകർക്കുവാൻ, നിന്നെ ഒതുക്കുവാൻ, നിന്റെ വാഗ്ദത്തത്തിന് വിരോധമായി, നിന്റെ ദൂതിന് വിരോധമായി ഒരു ശക്തിയും നിലനിൽക്കത്തില്ല. വാഗ്ദത്തത്തിലേക്ക് ചലിക്കണം.
ദൂതിൽ വിശ്വസിക്കണം. സാഹചര്യങ്ങൾ നോക്കി നീ പരാജയപ്പെടരുത്, തകർന്നു പോകരുത്, നീ വിഷമിക്കരുത്. പ്രതിസന്ധിയുടെ മധ്യേ കാലെടുത്ത് വയ്ക്കുക. കാലെടുത്ത് വയ്ക്കുവാൻ റെഡിയാകണം. മതിലിന് ചുറ്റും സ്തുതിക്കുവാൻ റെഡിയാകണം. ഇന്ന് പകൽക്കൽ ഒരു ദൂത് പറയാ. നിനക്കെതിരെ ശത്രു എത്ര വർഷമായി കെട്ടിവെച്ച മണ്ഡലങ്ങളായിക്കോട്ടെ, നിന്റെ വാഗ്ദത്തത്തിനെതിരായി, നിന്റെ ദൂതിനെതിരായി എത്ര വലിയ മതിൽ കെട്ടിയാലും ആ മതിലുകൾ നിന്റെ ആരാധനയിൽ തകരും. എവിടെ ആരാധിച്ചാൽ പറ്റത്തില്ല എങ്കിൽ ആ മലയിൽ പോയി ആരാധിച്ചാൽ മതി എന്ന് യേശു പറഞ്ഞേനെ. യേശു പറഞ്ഞു, എന്നെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിൽ ആരാധിച്ചേ പറ്റത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? ഈ സൂപ്പർ നാച്ചുറൽ റിലത്തിലേക്ക് നീ ചലിക്കപ്പെടണമെങ്കിൽ, ഹല്ലേലൂയ, നീ നമ്മുടെ കഴിവുകൊണ്ട് വല്ലതും നേടാം, പ്രാർത്ഥന കൊണ്ടെല്ലാം നടക്കും. പക്ഷെ സൂപ്പർ നാച്ചുറൽ റിലം എന്ന് പറയുന്നത് അടുത്തൊരു തലമാണ്. ഈ തലത്തിൽ നീ ചലിക്കണമെങ്കിൽ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിലും ആരാധിച്ചേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? രാത്രി ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുമ്പോൾ ചിലരെ നോക്കിയിരിക്കും ഇവരെന്ത് സംഭവിക്കാൻ പോകുന്നു. അമ്മേ, ഇവനെന്താ സംഭവിക്കാൻ? ഇവന്റെ രണ്ട് കൈയും കാലും അടച്ചിട്ടിരിക്കുക, എന്നിട്ട് ഇവനെ ആരാധിക്കുകയാണ്. മനസ്സിലായില്ലേ? രണ്ട് കൈയും കാലും. പൗലോസ് ശീലാസന, നിങ്ങൾ എന്തിനെ ആരാധിക്കുന്നേ? നിങ്ങൾ സുവിശേഷം പറഞ്ഞിട്ട് ഈ ഗതിയാണ്. അവസാനം നിങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ, രണ്ടുപേര് ഇരുന്ന് കൈയും കാലും ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? പലരും ചോദിക്കാം, പക്ഷെ നീ ആരാധിച്ചോ? ആൾ കാണാൻ വേണ്ടിയല്ല, ആളുള്ളതുകൊണ്ടല്ല. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടല്ല ആരാധിക്കേണ്ടത്. സർവശക്തനായ ദൈവത്തിന് മഹത്വം കൊടുത്ത് തുടങ്ങണം. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഇവർ രണ്ടുപേരേ ഉള്ളൂ, ഇവർക്ക് സുഖമായി ഇത്രയും ഞാൻ ഹാലയിൽ ചെയ്തിട്ടല്ലേ ഇവിടെ വന്ന് കിടക്കണമെന്ന്. ഇത്രയും ഹാലിൽ നമ്മൾ രണ്ടുപേരിന്റെ അവസാനം ഉള്ളൂ എന്ന് പറഞ്ഞ് ഒതുങ്ങി കിടന്നാലേ അത്ഭുതം കാണാൻ പറ്റത്തില്ല. ഇവർക്ക് മനസ്സിലായി, ഞങ്ങൾ രണ്ടുപേരുണ്ടെങ്കിൽ നമ്മൾ ആരാധിക്കാൻ തയ്യാറാണ്. നമ്മളെ ഫ്രീ ആയിരിക്കുന്ന നാവിനെ നമ്മൾ ചലിപ്പിക്കാൻ തയ്യാറാകുകയാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിങ്ങളുടെ സാഹചര്യങ്ങൾ വേരുമായിക്കോട്ടെ, ഞെരുക്കപ്പെട്ട സാഹചര്യമാണോ, ഒറ്റപ്പെട്ട സാഹചര്യമാണോ, കുറച്ചു പേരായിട്ട് ഒറ്റയ്ക്കായിക്കോട്ടെ, ആരാധനയ്ക്ക് സമയം കൊടുക്ക്. ആരാധിക്കാൻ ആത്മാർത്ഥമായി ആരാധിക്കാൻ തയ്യാറാകുമ്പോൾ ചിലത് സംഭവിക്കാം. ചില ചങ്ങലകൾ പൊട്ടും. പ്രാർത്ഥിച്ചാൽ മാത്രം പോലെ എന്തിനാ പാടണ്ടേ? ആ പാടണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. മനസ്സിലായില്ല? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെന്ത് ചിന്തിക്കുക? അല്ലെങ്കിൽ സങ്കടത്തിൽ ആരെങ്കിലും പാടുമോ? അല്ലെങ്കിൽ ബുദ്ധിമുട്ടത്തിൽ ആരെങ്കിലും പാടുമോ? അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും പാടുമോ? ഇല്ല, ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മൾ പാടും, ഞങ്ങൾ ആരാധിക്കാം, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പൗലോസ് പറയും, ഞാൻ ആത്മാവിലും പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവിലും പാടും. ഞാൻ ഭാഷയിലും പാടും, ഞാൻ ഭാഷയിലും പ്രാർത്ഥിക്കും. ഇന്ന് പകൽക്കാലം ചില പ്രാർത്ഥന ചില അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ പോവുകയാണ്. മനസ്സിലായി? നമുക്ക് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 25-ഉം 26-ഉം. 16-ാം അധ്യായം 25-26. പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. അവിടെ ആരാധന നടന്നു. പ്രാർത്ഥിച്ചു, ആരാധന തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. അവരെത്ര പേരുണ്ട്? രണ്ടുപേര്. അവരെന്ത് ചെയ്തു? പാടി സ്തുതിച്ചോ, പ്രാർത്ഥിച്ചാൽ നിന്റെ ഭവനത്തിൽ രണ്ടുപേരായിരിക്കാം, ഭവനത്തിൽ ഒരാളായിരിക്കാം. ദൂതഗണം നിന്റെ കൂടെ ഉണ്ട്. നിന്റെ കൂടെ ഉണ്ട്. ഇന്ന് പകൽക്കാലം മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? നിന്റെ ഭവനത്തിൽ രണ്ടുപേരായാലും ഒരാളായാലും നീ ആയിരിക്കുന്ന സ്ഥാനത്ത് പാടി ദൈവത്തെ സ്തുതിച്ചോണം കേട്ടോ, പാടി ദൈവത്തെ ആരാധിച്ചോണം കേട്ടോ. കാരണമുണ്ടല്ലോ, നിനക്കെതിരെ കെട്ടിയ ചില ചങ്ങലകൾ, നിന്റെ ഭാവിക്കെതിരെ കെട്ടിയ ചില ചങ്ങലകൾ, നിനക്കെതിരെ കെട്ടിയ ചില
ചില ഡോഴ്സുകൾ, ചില വാതിലുകൾ, ചില മതിലുകൾ ഇന്ന് പകൽക്കാലം തകരുക. ഏറ്റെടുക്കുന്നവർ, ദൂത് ഏറ്റെടുക്കുന്നവർ കരങ്ങളെ തട്ടി ദൂത് ഏറ്റെടുത്താട്ട് ഇന്ന് മക്കൾ ചില അത്ഭുതങ്ങൾ ദൈവം സൃഷ്ടിക്കുക. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുക. അനേകർക്ക് അത്ഭുതമാക്കി മാറ്റുമോ? അനേകർ നോക്കി നിൽക്കത്തന്നെ നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യോ. Uradhana mana shantha ramana ramana radina ramdhe adhira vanamthana vanavan shira vanamthi vanagathara adhiri ika ramdhe aradamchi rantha radhe rigadam chara dhiram chaire uradhe ika chara dhira thana mana chaire adhira dhirada chara വിശ്വസിക്കുന്ന കരങ്ങളെ കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ അല്പനിമിഷം ഈ ഭൂമി ഏറ്റെടുക്കാട്ട് നിനക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കും. ചിലർ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കെട്ടിൽ ഇരിക്കുന്നവർ അവര് നിന്റെ കെട്ട് അഴിയുമ്പോൾ ചിലരുടെ കെട്ടുകൾ കൂടെ തുറക്കപ്പെടാം. നിന്റെ കെട്ടുകൾ അഴിയുമ്പോൾ, നിന്റെ ചങ്ങലകൾ വീഴുമ്പോൾ, ചിലരുടെ ചങ്ങലകൾ വീഴുമോ. പ്രാർത്ഥന ചിലരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നിന്നെ ഒരു അത്ഭുതമാക്കോ. നിന്നെ ഒതുക്കുന്ന ചില മണ്ഡലങ്ങൾ, നിന്നെ ഒതുക്കിയിട്ടിരിക്കുന്ന ചിലരുടെ മണ്ഡലങ്ങൾ ചിലരുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്ന് പകൽക്കാലം നിന്നെ ഒരു അത്ഭുതമാക്കി ദൈവം മാറ്റോ. ഇന്നൊരു അത്ഭുതമാക്കി മാറ്റോ. നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റോ. Pura thera varam theriva Dhiram chera varam thariga Origa shera varam dhanam shera varam theri Pura shera varam theriva ചിലര് പറയും ഹല്ലേലൂയ ഇവിടെ വന്നാൽ ഇങ്ങനെയാ, എല്ലാവരുടെ ജീവിതം ഇങ്ങനെയാ, ഇവിടെ വന്നാൽ ഇങ്ങനെയെല്ലാം ചലിക്കത്തുള്ളൂ, ഇത്ര വർഷമെടുക്കും, ഈ കെട്ട് ഇവിടെ ഉണ്ട്, അല്ലെ ഇവിടത്തെ കുഞ്ഞുങ്ങളെ കെട്ടുന്ന ഒരു ബന്ധനമുണ്ട്, അല്ലെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കെട്ടുന്ന ബന്ധനമുണ്ട്, അവിടെ ആത്മീയത്തെ കെട്ടുന്ന ബന്ധനമുണ്ട്, ഇവിടെ കിടക്കുന്ന ഒരു ആത്മാവുണ്ട്. ഇന്ന് പകൽക്കാലം അവരുടെ മധ്യേ നിന്നെ ഒരു അത്ഭുതമാക്കി ദൈവം മാറ്റോ. അവരുടെ മധ്യേ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റോ. അവരുടെ മധ്യേ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റോ. കാരണം അവരെ ഒരു അത്ഭുതമാക്കുവാൻ ദൈവത്തിന് കാരണം ആഗ്രഹമുണ്ട്. ഇന്ന് പകൽക്കാലം നിന്നിൽ കൂടെ ഒരു സമൂഹം യേശുവിനെ അറിയാൻ പോകുക. നിന്നിൽ കൂടെ ഒരു സമൂഹം സൂപ്പർ നാച്ചുറൽ തലത്തിൽ ചലിക്കാൻ പോകുക. നിന്നിൽ കൂടെ ഒരു സമൂഹം ദൈവത്തെ അറിയാൻ പോകുക, ദൈവ സ്നേഹത്തെ അറിയാൻ പോകുക, ദൈവ ശക്തിയെ അറിയാൻ പോകുക, ദൈവിക പ്രൊവിഷൻസിനെ അറിയാൻ പോവുകയാണ്. മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നീല് കിടക്കുന്നവരെ ഇവിടെ കിടന്ന കിടപ്പ് തന്നെ. ഇതിനെ ഇറക്കണമെങ്കിൽ, നിന്നെ പുറത്തു വിടണമെങ്കിൽ നിയമങ്ങൾ മാറണം, കോടതിയിൽ പോണം, നിന്റെ പ്രാർത്ഥന കൊണ്ട് നടക്കത്തില്ല. നിന്നോട് പറയാ, അയ്യ നിന്റെ പ്രാർത്ഥന കൊണ്ടൊന്നും നടക്കത്തില്ല, ഇന്ന കാര്യം ചെയ്തേ നടക്കത്തുള്ളൂ, ആ കാര്യങ്ങൾ ചെയ്താലേ നടക്കത്തുള്ളൂ, ഇന്ന രീതിയിൽ പോയാൽ നടക്കത്തുള്ളൂ. ഇന്ന് പകലൊരു ദൂത് പറയാ, നീ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. നിനക്ക് വേണ്ടി ഒരുങ്ങേണ്ട മണ്ഡലങ്ങൾ ഒരുങ്ങോ. നിനക്ക് വേണ്ടി നിയമങ്ങൾ മാറണോ, നിയമങ്ങൾ മാറോ. നിനക്ക് വേണ്ടി നിയമങ്ങൾ എഴുതപ്പെടണോ, അത് എഴുതപ്പെടോ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കണോ, ദൈവം പ്രവർത്തിക്കോ. ഇന്ന് പകൽക്കാലം ഈ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്, രാജാതി രാജാവ്, കർത്താതി കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് പകൽക്കാലം അവിശ്വാസത്തോടെ ആരാധിക്കുന്നവർക്ക് വേണ്ടി ദൈവം നിശ്ചയം. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുന്നത് അനേകർ യേശുവിനെ അറിയാൻ. ഇവിടെ ചങ്ങല പൊട്ടി അടിസ്ഥാനം ഇളക്കിയത് പൗലോസിനെ ശീലാസിനെ പുറത്തിറക്കാൻ വേണ്ടിയല്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ഈ പ്രതിസന്ധി പൗലോസിനെയും ശീലാസിനും അനുവദിച്ചത് ചിലരെ നേടാൻ വേണ്ടിയാണ്. നിന്നെ ഈ സാഹചര്യത്തിൽ കൂടെ ദൈവം കൊണ്ടെത്തിച്ചത് ചിലരെ ദൈവത്തിന് വേണ്ടി നേടാൻ വേണ്ടിയാ. ചിലരെ ദൈവത്തിന് വേണ്ടി നേടാൻ വേണ്ടിയാ. ഹല്ലേലൂയ. നിന്റെ കഷ്ടപ്പാട്,
ഹല്ലേലൂയ. പൗലോസ് ശീലാസേ ചങ്ങല പൊട്ടി ഓടാൻ വേണ്ടിയല്ല ദൈവം നിന്നെ അവിടെ ആക്കിയത്, ചിലരെ ദൈവത്തിന് വേണ്ടി നേടാൻ വേണ്ടിയാ. നീ കടന്നുപോയ സാഹചര്യങ്ങൾ ചിലരെ നേടാൻ വേണ്ടിയാ. നീ കടന്നുപോയ പ്രതിസന്ധികൾ ദൈവം ചിലരെ നേടാൻ വേണ്ടിയാ. ആമേൻ. ഇവിടെ നടക്കുന്ന മനസ്സിൽ ഒരു കാര്യമുണ്ട്, സ്നാനം നടക്കുക. ഓ ശാഖരാത്രി, ഇന്ന് പകൽക്കാല ചില നിന്റെ ദൈവം നിനക്ക് വേണ്ടി ചില വാതിലുകൾ തുറന്നത്, വർഷങ്ങളായി ഇട്ട ചങ്ങലകൾ ദൈവം പൊട്ടിച്ചത്, ചില സ്നാനങ്ങൾ നടക്കാൻ വേണ്ടി. അതിന്റെ അർത്ഥം ദൈവസഭയോട് ചിലരെ ചേർക്കാൻ വേണ്ടിയാണ്. നിന്റെ രാജകീയ പുരോഹിത വർഗമായിട്ട് ദൈവം തിരഞ്ഞെടുത്തത്, പ്രസംഗിക്കുന്നത് ഞാൻ ആയിരിക്കാം. ഇന്ന് പകൽക്കാലം ഓരോരുത്തരുടെ പേര് ആ അഭിഷേകം ഇന്ന് പകൽക്കാലം ദൈവം തന്നിട്ടുണ്ട്. കാരണമുണ്ടല്ലോ, നീ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ വേണ്ടിയുള്ളതാണ്. നിന്റെ കൂടെ അനേക യേശുവിനെ അറിയാൻ വേണ്ടിയാണ്. അത് ദൈവരാജ്യത്തിന്റെ പങ്കാളികളായി തീരാൻ വേണ്ടിയാണ് ദൈവം നിന്നെ അത്ഭുതമായി നടത്തുന്നത്, നിന്റെ ഒരു സൂപ്പർ നാച്ചുറൽ നടത്തുന്നത്. അനേകർ ലൈസൻസ് കിട്ടാതെ ഊബർ ഓടിച്ച് നടക്കുമ്പോൾ, അനേകർ സാഹചര്യങ്ങൾ മാറി അവിടെ എല്ലാ സ്വപ്നങ്ങൾ മാറ്റി വെച്ചിട്ട് അവിടെ സാഹചര്യങ്ങൾ അധികം മാറി നിൽക്കുമ്പോൾ നിന്നെ ഒരു അത്ഭുതമാക്കി നിന്റെ ചങ്ങലകളെ പൊട്ടിച്ച് നിന്നെ പുറത്തെടുക്കുന്നത് ചിലരെ ദൈവരാജ്യത്തിന് വേണ്ടി നേടാൻ വേണ്ടിയാണ്. ദൈവത്തിന് നമ്മളെ കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. നിങ്ങളെ ദൈവം ഒരു അത്ഭുതമാക്കിയത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി. ദൈവീയ ദൈവത്തിന്റെ യേശുക്രിസ്തു കാൽവരിയിൽ മരിക്കുമ്പോൾ, തന്റെ ജീവൻ അർപ്പിക്കുമ്പോൾ, തന്റെ ഹൃദയത്തിൽ, തന്റെ ചിന്തയിൽ, why I am doing this, സ്വർഗീയ ഗ്ലോറി വെടിഞ്ഞ് ഭൂമിയിൽ വന്ന് ആമേൻ തന്റെ ജീവിതം അല്ലെ തന്റെ ശരീരം മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ യേശുവിന്റെ ഹൃദയത്തിൽ എന്താ ഉള്ളതെന്നറിയാമോ? നശിച്ചു പോകുന്ന ജനത്തെ കുറിച്ചുള്ള ആ വിങ്ങല, ആ സ്നേഹമാണ്. ഇന്ന് പകൽ യേശുവിനോട് നമ്മൾ ചേരുമ്പോൾ നമ്മുടെ ഹൃദയം യേശുവുമായിട്ടൊന്ന് കണക്ട് ആവണം. അവന്റെ ഹൃദയത്തിന്റെ ആ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ കത്തണം. എത്രവർക്ക് മനസ്സിലാവുന്ന കരങ്ങളെ തട്ടി ദൈവത്തിന്റെ മഹത്വം എടുത്താട്ടെ. ഇന്ന് പകൽക്കൽ ഒരു കാര്യം പറയാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നീ ചലിക്കപ്പെടുമ്പോൾ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ നടക്കും. നീ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് പകൽക്കാലം നിന്റെ ദൈവം പുറത്തെടുക്കാം. ഒരു വാക്യം കൂടെ വായിച്ചു നോക്കുന്നത് എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 23-ാം വാക്യം. ലേഖനം 4-ാം അധ്യായം 29. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർത്തനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ആമേൻ. ഒന്നുകൂടെ വായിക്കാമോ? കേൾക്കുന്നവർക്ക് കൃപ വരേണ്ടതിന്, കേൾക്കുന്നവർക്ക് കൃപ വരേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർത്തനയ്ക്കായി, ആവശ്യം പോലെ ആത്മീയവർദ്ധനവക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഓക്കേ, മതി. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു നമ്മുടെ സംസാരവും, whatever we talk, നമ്മൾ ആരെടുത്ത് എന്ത് സംസാരിച്ചാലും അവനിൽ എന്തുണ്ടാകണം? ഒരു ആത്മീയ വർദ്ധനവ് ഉണ്ടാകണം. ഞാനിങ്ങനെ ചിന്തിക്കുന്ന ആദ്യത്തെ സിറ്റുവേഷന് അന്യാസിന്റെ ശൗലിനെ കാണുമ്പോൾ പറഞ്ഞത്, നിനക്ക് ഇത് എന്നടാ വേണം. നമ്മളാണെങ്കിൽ അത് തന്നെ പറഞ്ഞേ, നിനക്ക് ഇത് തന്നെടാ വേണം. ദൈവം നിന്നെ തൊട്ടതാ. നമ്മുടെ ചിന്തകൾ മാറട്ടെ. ഹല്ലേലൂയ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറണം. അവൻ ദൈവം തൊട്ടതാന്ന് അറിയാം അന്യാസിന്, പക്ഷെ അന്യാസിന് വേണ്ടി പ്രാർത്ഥിച്ചു. എത്ര മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ആ തിരിച്ചൊരു സംസാരം വന്ന് നോക്കി, അവൻ ആത്മീയ വർദ്ധന ഉണ്ടാവോ? സ്നാനം നടക്കുമോ? നെവർ. ആമേൻ.
ഇന്ന് പകൽക്കാലം നമ്മുടെ അഗ്നികുളത്തിൽ പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാ, എന്ത് സംസാരിക്കണം എന്നറിയത്തില്ല, എന്ത് എഴുതണമെന്ന് അറിയത്തില്ല, എന്ത് ഫോർവേഡ് ചെയ്യണം എന്നറിയത്തില്ല, എന്ത് ലൈക്ക് ചെയ്യണം എന്നറിയത്തില്ല, എന്ത് ഷെയർ ചെയ്യണം എന്നറിയത്തില്ല. ആമേൻ, ആമേൻ. ഇത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? പൗലോസിനെ കാണും, അല്ലെങ്കിൽ പൗലോസ് ആകുന്നതിന് മുമ്പ് ശൗലിനെ കാണുമ്പോൾ അനനിയാസിന് ഒറ്റ കാര്യമേ ഉള്ളൂ, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ നിയോഗം അതാ, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം നമുക്കെതിരെ സംസാരിക്കുന്ന, നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ആഗ്രഹിക്കുന്നത് അവരും ഒരു അത്ഭുതമായി വേണം. അവരും സ്വർഗത്തിൽ വരണം. കാൽവരിയിൽ മരിച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ല, എനിക്കെതിരെ സംസാരിക്കുന്നവരും, എന്നെ കല്ലെറിയുന്നവരും, എന്നെ ദുഷിക്കുന്നവരും, എനിക്കെതിരെ നിൽക്കുന്നവരും എവിടെ വരണം? നമ്മളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് അപ്പന്റെ മടിയിൽ മാർവോടണഞ്ഞ് അവനോട് ചേർന്ന് യുഗം അവനോട് വസിക്കണം. ഇത്രക്ക് മനസ്സിലായി. എല്ലാവരും ദിവസങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാമോ? ഇന്ന് പകൽക്കൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾ. നിമിഷം പ്രാർത്ഥിക്കുക. നിങ്ങളെ കണ്ണുകളെ ദൈവസ്ഥിതിയിൽ വിട്ടുകൊടുക്കുക. ഹൃദയ കണ്ണുകൾ പൗലോസിന്റെ ഹൃദയ കണ്ണ് തുറന്നു. അവനെ ആൾ രൂപാന്തരപ്പെട്ടതുപോലെയായി. ഇന്ന് പകൽക്കാലം നമുക്ക് രൂപാന്തരം പ്രാപിക്കേണ്ട മണ്ഡലങ്ങളുണ്ട്. വി ആർ നോട്ട് പെർഫെക്റ്റ്. ഇന്ന് പകൽക്കാലം പറയാമോ, പരിശുദ്ധാത്മാവേ, എനിക്ക് എവിടെയെല്ലാം രൂപാന്തരപ്പെടണം, എൻ്റെ ജീവിതത്തിൽ എവിടെയെല്ലാം മാറ്റം വരണം, അതെല്ലാം ഇന്ന് പകൽക്കാലം മാറണം. ഐ വാണ്ട് ടു മൂവ് ഫോർവേഡ്. ഈ ഗതിയിൽ അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവേ. ഐ വാണ്ട് ടു മൂവ് ഫോർവേഡ്. എന്നെ എടുത്തുകൊണ്ട് പോകണം. ഫിലിപ്പിനെ എടുത്തുകൊണ്ട് പോയതുപോലെ. വർഷങ്ങൾ ടൈം സോണിനെ തന്നെ ദൈവം മാറ്റുകയാണ്. നിനക്ക് വേണ്ടി ടൈമിനെ തന്നെ ദൈവം മാറ്റുകയാണ്. നിനക്ക് വേണ്ടി ക്ലോക്കിനെ ദൈവം തിരികെയാ. ക്ലോക്കിനെ ദൈവം തിരികെയാ. നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ക്ലോക്ക്, നന്മയുടെ ഒരു സ്പെഷ്യൽ ക്ലോക്ക് ദൈവം തിരികെയാ. അല്പനിമിഷം ദൂതേറ്റെടുത്തവർ ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കുക. അല്പനിമിഷം കേട്ട വചനങ്ങൾ നിന്റെ ജീവിതത്തിൽ ഈ വചനം ഒന്ന് കത്തട്ടെ. യേശുവായിട്ട് സംസാരിച്ചുകൊണ്ട് നടന്നു, അപ്പം നുറുക്കി. അത് കഴിഞ്ഞപ്പോൾ അറിവ് പറയും, അവരുടെ ഉള്ളിലൊരു തീ കത്തിന്ന്. ഇന്ന് പകരം ചിലത് കത്തണം. അത് കത്തണം. അല്പനിമിഷം വിട്ടുകൊടുത്താട്ടെ. നിങ്ങളുടെ ഹൃദയം ദൈവമായിട്ടൊന്ന് കണക്ട് ആട്ടെ, ആത്മാവും ദൈവമായിട്ടൊന്ന് കണക്ട് ആകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നു, സഭയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ചില അത്ഭുതങ്ങൾ ദൈവം സൃഷ്ടിക്കാൻ പോവുക. നിനക്ക് വേണ്ടിയല്ല, നമ്മുടെ പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടിയല്ല, ദൈവരാജ്യത്തിന് ഒരു അത്ഭുതമാക്കി ദൈവം മാറ്റാൻ. നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ. കാരണം അനേകർ യേശുവിനെ അറിയാൻ, നിൽക്കൂടെ ദൈവസ്നേഹത്തിലേക്ക് കുറെ ഓടി വരുവാൻ. ദൈവമേ, അതിനുവേണ്ടി എന്നെ ഒരുക്കണമെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഹൃദയങ്ങളൊന്ന് തുറന്ന് പറഞ്ഞാട്ടെ, ദൈവമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ. ഒരു പാസ്റ്ററുമായിട്ടല്ല നിങ്ങളിപ്പോൾ സംസാരിക്കുന്ന, ദൈവമായിട്ട്, പരിശുദ്ധാത്മാവേ, എന്നെ ആ ഒരു നിലവാരത്തിലേക്കൊന്ന് മാറ്റണം, എന്നെ ഒന്ന് മാറ്റണം. God transform me. പൗലോസ് ശൗലിനെ പോളാക്കി അപ്പോസ്തലനാക്കി മാറ്റിയ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ സെയിം പരിശുദ്ധാത്മാവ, സെയിം ഹോളി സ്പിരിറ്റ് ഇന്ന് പകൽക്കാലം ഇന്നും ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിന്നെ മാറ്റുവാൻ കഴിയും, നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ കഴിയും. പകൽക്കാലം ബുദ്ധിക്കതീതമായ ദൈവപ്രവൃത്തികൾ, ബുദ്ധിക്കതീതമായ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ചെയ്യാൻ കഴിയും. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ആരാധന തുടക്കം മുതൽ ഇതുവരെയും അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കും കൃപ ചെയ്തതിന് നന്ദി കർത്താവ്. അങ്ങയോട് സംസാരിച്ചു കൊണ്ടിരുന്നതിന് നന്ദി, സഭയോട് സംസാരിച്ചു കൊണ്ടിരുന്നതിന് നന്ദി കർത്താവ്, ദേശത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നതിന് നന്ദി കർത്താവ്. ഞങ്ങൾ അത്ഭുതമാക്കി മാറ്റുന്നതിന് നന്ദി, ഞങ്ങളൊരു അതിശയമാക്കി മാറ്റുന്നതിന് നന്ദി കർത്താവ്. അനേകർക്കൊരു അത്ഭുതമാക്കി ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള ഒരു കൂട്ടം ജനതയെ ദേശത്തിൽ നേടിയെടുക്കുവാൻ ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി കർത്താവ്.
നീ അത് ചെയ്യുന്നതിന് നന്ദി കർത്താവേ. ഞങ്ങളുടെ ചങ്ങലകൾ ഞങ്ങൾക്കെതിരെ ശത്രുവിട്ടിരിക്കുന്ന സകല അടിസ്ഥാനങ്ങൾ ഇളകുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇവിടെ സ്നാനങ്ങളും അത്ഭുതങ്ങളോ ജനക്കൂട്ടമായി കടന്നു വരുമെന്ന് ഞങ്ങൾ ഉറപ്പായി ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങൾ കാണുന്നു, ഹല്ലേലൂയ, ഞങ്ങൾ അത്ഭുതങ്ങൾ കാണുന്നു, ഞങ്ങൾ സൂപ്പർ നാച്ചുറൽ അത്ഭുതങ്ങൾ ഞങ്ങൾ കാണുന്നു കർത്താവേ. അത് ചെയ്യാൻ പോകുന്നതിന് നന്ദി. വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ, ഓരോ വ്യക്തികളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കും, ബ്ലസ് ചെയ്യുക. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും കർത്താവെ. കേട്ട സാക്ഷ്യങ്ങൾക്കെല്ലാം നന്ദി പറയുന്ന കർത്താവെ. ഹല്ലേലൂയ, ഇവരെ അനുഗ്രഹിക്കും കർത്താവ്. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു പറയുന്നത് പോലെ അനേക സാക്ഷ്യങ്ങൾ ഉളവാക്കപ്പെട്ടിട്ട് കർത്താവെ നീ അങ്ങനെ ചെയ്യുന്നതിന് നന്ദി കർത്താവ്.